ഹലോ, അസ്സലാമലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് 2-ാം ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ അവിടെ ഞങ്ങൾക്കൊരു ഇതുണ്ട് കേട്ടോ, പറമ്പ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പച്ചക്കറിയും അതും ഇതൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നോഹി എല്ലാവരും കൂടിയിട്ടുണ്ട്. ഇളനീര് കുടിക്കാച്ചിട്ട് കൂടിയതാണ് കേട്ടോ എല്ലാവരും. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വല്യപ്പാൻ്റെ പറമ്പിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളിക്കണെടുക്കട്ടെ, അതിനെന്താ. എവിടെ പോണ്? നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. നെല്ലൊക്കെ വിതച്ചിട്ട് നല്ല പച്ചപ്പായിരുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വല്യപ്പാന്റെ പാടത്തേക്ക് കുതിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ആകെയുള്ളൊരു എന്താ പറയാ, എന്താണ് അതിന്റെ പേര്, ആ കടയാണ്. ആ കടയാണ് ഒരേ ഒരു കട. ഇത് സാധനം പറ്റിയെന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഉപ്പപ്പാന്റെ എസ്റ്റേറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല പച്ചപ്പാണ്, നല്ല നല്ല കുളിർമയേകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് എനർജി ഡ്രിങ്ക് കുടിക്കാം. നമ്മൾ കേരളക്കാരുടെ എനർജി ഡ്രിങ്ക് ആയ കരിക്കാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ അത് ഇടാൻ കയറുന്നത് എന്റെ അനിയനാണ്. അനിയന് ഇടൂലുള്ളൂ, അനിയന്റെ തലമുക്കൂടിയാണ് പോരും. ചാടുമോ മുഖം വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് തേണ്ടി. നമുക്കേ ഇപ്പൊ പോയരുത്. അപ്പൊ എസ്റ്റേറ്റ് മുതലാളി അരുവകത്തിയുമായി വരുന്നുണ്ട്. നിങ്ങൾ ആ കാണുന്നതാണ് ഗൈസ് എന്റെ ഉമ്മാന്റെ ഉപ്പ. ഇക്കൊന്ത് വേണോ? അതിന് പൗതിയാക്കാൻ പറ്റൂല. ഇപ്പൊ ചോദിക്കും നിങ്ങളത് വിൽക്കാൻ താല്പര്യമുണ്ടോ? എന്തൊക്കെയാ ചോദ്യം പെണ്ണ ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, മൂടിട്ടിക്കണേ. പപ്പ എവിടുന്നാട്ടത്? ഓള് ഒന്നേ ഇത് തമ്പനയിൽ ഇട്ടാ മതി. തമ്പനയിൽ ഇത് ഇപ്പൊ തമ്പനയിങ്ങനെ പോസ്റ്റർ അടിച്ചു തരും. 4, 5, 6 പിന്നെ അവിടെ 7-9 ഇതാ പറഞ്ഞത് 7-9. നമ്മക്ക് ഇവിടുന്ന് കുടിക്കാനോ തുറന്നിട്ട് 3 ആ കുടിക്കും. എന്റെ വെള്ളേക്ക് കാരണം നിങ്ങൾ ഇട്ടൂടി. എന്നുവെച്ചാല് വെള്ളം കൊറേ ഉണ്ടാവുന്നത് അതില്. ഇത് ഇളനീർ തെങ്ങാണ്. നല്ലതാണ്. ഇതിമത്തെ തേങ്ങ അരക്കുവോ? തൂക്ക ഇതാണ് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇളനീരിന് വരുന്നത്. കൃഷിക്കാരനാണ്. ഇപ്പൊ എത്രണ്ണായി? 2, 4 ാനുള്ളതാണ് കൂടെ. മറ്റേ ഇത് വലിയൊരുന്നാക്കുള്ള പോത്തേക്കാരോ. ആർതാണ് ഇപ്പൊ ഇങ്ങോട്ട് പോരി.
നുഹാന നോക്കത് നോക്കണ്ടോ നല്ല ഇഷ്ടായിക്കണേ. കണ്ണീരാകം പോത്തിന് നല്ല നോക്കുന്നുണ്ട്. ചോപ്പിട്ടിട്ട് അതിന് നെക്കി പൊട്ടിക്കണം, അതാണ് സുഖം. ആ നെക്കി പൊട്ടിച്ചു. കുടിച്ച എമ്മി കുടിക്കട്ടെ. അല്ല പിന്നെ അതിന്റെ ഓട്ട വലുതായി. പരിപ്പിടാ പരിപ്പിടടാ. മറ്റേ ഷെമീറിന്റെ സർവത്താ കടയിൽ നിന്ന് കിട്ടൂലേ? ഞാൻ കൂട്ടിട്ടമ്മ കുടിച്ചി നിങ്ങളെ ലെഫ്റ്റാളെ കൂടി ഞാൻ ഇപ്പൊ ഇമ്മാന്റെ ഇന്ത്യയിൽ ഇതാണ് ഏറ്റവും ഇത് ഇമ്മമ്മ ഇതിന് മറ്റേ ചെള്ള് വന്ന് കൂടും. ചെള്ള് വന്ന് വീഴും. ചെള്ള് വീക്കണ സാധനമാണ്. ഇതാണ് തെങ്ങ് ഇതാണ് പണിയാക്കുന്നത്. അല്ല അപ്പൊ ഇത് എങ്ങനെ 7-8 തെങ്ങോളം കുത്തിയിരിക്കും. ഇതീക്ക് എങ്ങനെ ഇപ്പൊ വന്നു വെക്കണേ? ഇതിങ്ങനെ ഇതിൽ ഈ മണം കൊണ്ട് മരുന്നുണ്ടായിരുന്നു. ആ മരുന്നിന്റെ മണം കൊണ്ട് ഇതീക്ക് വന്ന് ചാടുക. ഇതിൽ വന്ന് ചാടും. അത് പൊതിച്ചാല് ഇത് നിങ്ങൾക്ക് കൊടുന്ന കിട്ടിയ ഈ മരുന്നൊക്കെ വളപ്പീടിയെന്നോ? എന്നിട്ട് ഇപ്പൊ 3 കിട്ടി നിങ്ങൾക്ക് ഇപ്പൊ? എന്ന് ഡെയിലി 2-3 കിട്ടുന്നുണ്ട്. സർപ്പിന്റെ വെള്ളത്തിൽ വീണാണ് ചത്തത്. അപ്പൊ വീട്ടില് തെങ്ങിലൊക്കെ ചെള്ളിന്റെ ശല്യം ഉണ്ടെങ്കിൽ വളപ്പീടിയെ പോയാൽ ഇതിനുള്ള മരുന്ന് കിട്ടുട്ടോ. ഇതില് വെള്ളം ഉണ്ടോ? ഇതില് മീനുണ്ടാ? എങ്ങനെ ഉണ്ടാക്കുക അറിയോ? ഫിൽട്രേഷൻ നോക്ക്. ചീരതാ വെട്ടിക്കാളി അതെന്താ വേപ്പ് തയ്യാ? എവിടെ മത്തനെവിടെ? വെള്ളത്തിന് നല്ല വെള്ളമാണ്. ഇന്നലെ മണ്ണും വന്നപ്പോത്തിന്
മത്ത തന്നെ ഉള്ളു, ഈ ഒന്നെ ഉള്ളു ഇവിടെ ആകെ എടുക്കണമെന്ന്. അവിടെ തെങ്ങിന്റെ ചോട്ടം അവിടെ പ്രാവശ്യം പച്ചക്കറി ഇഞ്ഞവിടെ അവിടെ ഒന്ന് ചെറുതുണ്ടാവുന്നുണ്ട്. അവിടെ നോട്ടെ അവിടെ കല്ലെടുത്ത് തരണ്ട. അപ്പൊ ഗൈസ് അത് ഫോട്ടോ 2 മണിക്കൂർ സൂമാണ്. നിറഞ്ഞ സ്ഥലം. അതെന്താ സാധനം പത്തിരിച്ച? അതെന്താ സാധനം പത്തിരി? ഇതെന്താ സാധനം പത്തിരിച്ചട്ടി വലുത്? ഇത്ര വലുതാ പത്തിരി ചൂടാണ്. കുയ്യപ്പച്ചട്ടി മണ്ണിന്റെ മൊയ്തുവക്കാന്റെ പീഡ പറഞ്ഞോളെ. മൊയ്തുവക്കാന്റെ പീഡയില്. അപ്പൊ ഗൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മൊയ്തുവക്കാന്റെ എത്ര വർഷം ചോദിച്ചോളി. എത്ര വർഷം കട കിട്ടിയത്? കടയില എന്താണ് ഈ കൂപ്പന്? എന്താണ് വിശ്രമിക്കുകയാണ്. അവന് കാലൊക്കെ അടച്ചേരുമ്പോത്തിന് ചെക്കൻ മണ്ടാൻ വയ്ക്കൂല. ചെക്കനടവം കയ്യാണല്ലോ. മമ്മാന്റെ മാമന്റെ കിട്ടി കെട്ടാ അവിടുന്ന് കിട്ടിയതാണ്. എന്താണ് കത്താത്തേ? കത്തണില്ലല്ലോ. കാറ്റുണ്ടായിട്ടാവും കത്ത. സ്മെല്ല് ഉണ്ടല്ലോ. പൊട്ടുവോ? എന്ത് തരണേ? എന്തെങ്ങനെ നോക്കാന് ജൊന്നിക്കനെ കത്തിക്കണ്ട. എന്താ എന്നാ പോവാ നമ്മള് വരി. അല്ലാതെ അവിടുന്ന് വാങ്ങിയതാ. തീപ്പെട്ടി കഴിഞ്ഞ് വെറുതെ കത്തിച്ചലിച്ചല്ലായിരുന്നു. മിതുവാക്കാൻ്റെ അടുത്തുണ്ടാവും. മേടിച്ചാൽ അടനെ കൊടുത്താളെ. നിങ്ങളെ തീപ്പെട്ടി ഇപ്പൊ തരാം. ലൈറ്റർ ഇപ്പൊ തരാം. അപ്പൊ അത്രയൊക്കെ കേട്ടോ വീഡിയോയിലുള്ളത്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത് KK ഓഡിറ്റോറിയം. ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ.
അപ്പൊ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.